ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഇപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ ഡയബറ്റീസ് അതിൻ്റെ ചാൻസസ് വരും. അപ്പം ശരിക്ക് ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ അമിതവണ്ണത്തിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണത്, പിന്നെ എന്താണ് അതിന് ചെയ്യാൻ സാധിക്കുക? ഡയബറ്റിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ബ്രെയിനിൽ നിന്നൊരു ഹോർമോൺ ഇല്ല പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യാൻ. നമുക്ക് എല്ലാ ഹോർമോണുകളും തന്നെ എല്ലാത്തിനെയും കൺട്രോൾ ഹോർമോൺസ് ഉണ്ട്. അപ്പം ചില ഇപ്പോൾ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ ബ്രെയിനിൽ നിന്നുള്ള പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് അവിടെ നിന്നൊക്കെയുള്ള ഹോർമോൺ ഉണ്ട്. പക്ഷെ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാറ്റിൽ നിന്നും മസിലിൽ നിന്നുമുള്ള ഹോർമോൺസാണ്. അതുപോലെ തന്നെ കുടൽ ഇപ്പോഴത്തെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ അല്ലെ തന്നെ ആമാശയവും ചെറുകുടലും വൻകുടലും ഒക്കെ പല ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹോർമോണുകളൊക്കെയാണ് പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യുന്നത്. മസിലിൽ നിന്നുള്ള ഒരു ഓസ്റ്റിയോകാൽസിൻ, മസിലിൽ നിന്നല്ല ബോണിൽ നിന്നുള്ള ഒരു ഓസ്റ്റിയോകാൽസിൻ, മയോകൈൻസ്, അങ്ങനെ പല ഹോർമോൺസാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ ഡയബറ്റീസിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും പല പേഷ്യൻസിൻ്റെയും ഈവൻ പല ഡോക്ടേഴ്സിൻ്റെ പോലും ചിന്ത ഇൻസുലിനാണ് കുഴപ്പം, പാൻക്രിയാസിനാണ് കുഴപ്പം എന്നാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാരണം ശരിയാണ്, പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ലാത്തുള്ളതുകൊണ്ടാണ്. അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ പാൻക്രിയാസിലെ ഐലറ്റ് സെൽസ്, അതാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്, അതിനെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് എല്ലാവരും മനസ്സിലാക്കണം. അവിടെ നമ്മുടെ പാൻക്രിയാസിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ പാൻക്രിയാസ് ആക്ച്വലി കൂടുതൽ ഉണ്ടാക്കേണ്ട വരികയാണ്. കൂടുതൽ ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ഹോർമോണാണ്. അപ്പോൾ ഈ ഇൻസുലിൻ്റെ അളവ് നമ്മൾ കൂടുമ്പോൾ അത് ക്യാൻസറിനും ഒക്കെ കാരണമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് വളരെ തെറ്റായ രീതിയിലാണ് ടൈപ്പ് 2 ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള കാരണം എക്സസ് ഫാറ്റാണ്. നമ്മുടെ ഫാറ്റ് കൂടുമ്പം നമ്മുടെ ഇൻസുലിൻ അതിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരിക. ഫാറ്റ് കൂടുന്നു, മസിൽ കുറയുന്നു, മസിലിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു, ബോണിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു. അപ്പം ഈ ഫാറ്റിൽ നിന്നും മസിലിൽ നിന്നും ബോണിൽ നിന്നും വരുന്ന ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിക്കാതെ ആകുകയാണ് ചെയ്യുന്നത്.